അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ എത്ര വലിയ സുഹൃത്തായി എന്ന് പറഞ്ഞാലും അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് താലിബാനാണ്. ആ താലിബാന്റെ കാടൻ നിയമങ്ങളാണ് അഫ്ഗാനിസ്ഥാനിൽ എന്നും നടന്നു പോകുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പെൺകുട്ടികൾ പുഞ്ചിരിച്ചാൽ പോലും താലിബാന് വലിയ പ്രശ്നമാണ്. അങ്ങനെ പെൺകുട്ടികൾ പുഞ്ചിരിക്കാൻ പാടില്ല. കൈമറയ്ക്കുന്ന, കാല് മറയ്ക്കുന്ന, മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് ഒരു പുരുഷന്റെ കൂടെ മാത്രമേ പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പരസ്യമായുള്ള ചാട്ടവാറടിയാണ് പെൺകുട്ടികൾക്ക് അവിടെയുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് താലിബാൻ പെൺകുട്ടികളെ അവർ സ്കൂളുകളിൽ പോകാൻ അനുവദിക്കുന്നില്ല. പെൺകുട്ടികൾ പഠിക്കേണ്ട എന്നാണ് താലിബാന്റെ നിലപാട്. ഇപ്പോൾ അടുത്ത് വന്നൊരു നിയമം എന്ന് പറയുന്നത് അടുക്കളയിൽ പെൺകുട്ടികൾ നിൽക്കുന്ന അടുക്കളയിൽ അവിടെ ജനൽ പാടില്ല, അന്യപുരുഷന്മാരെ നോക്കാനുള്ള ജനൽ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ മാറ്റം അനിവാര്യം തന്നെയാണ്. മാറ്റം തുടങ്ങേണ്ടത് അവർക്കുള്ളിൽ നിന്ന് തന്നെയാണ്. അത് ഏതൊരു സമൂഹവും സമുദായവും അങ്ങനെ തന്നെയാണ്. മറ്റൊരു പുറത്തു നിന്നൊരാളുടെ വാക്കിന്മേൽ മാറ്റം തുടങ്ങുക എന്നുള്ളത് അസാധ്യമാണ്. എന്നാൽ കാലം അവരെ പരിവർത്തനത്തിന് വിധേയമാക്കുമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ താലിബാനിൽ ഒരു വിമത സ്വരം ഉയർന്നു വന്നിരിക്കുകയാണ്. താലിബാനിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്തിനാണ് തടയുന്നത് എന്ന് അതിലൊരു കാരണവുമില്ലെന്നും ഈ യുഗത്തിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്നും അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യ മന്ത്രാലയം ഡെപ്യൂട്ടി സെക്രട്ടറി ഷെർ അബ്ബാസ് സ്റ്റാനിക് ജെയ് ശനിയാഴ്ച വൈകുന്നേരം ഖോസ്റ്റ് പ്രവിശ്യയിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ പറച്ചിൽ കൊണ്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നല്ല ഞങ്ങൾ പറയുന്നത്, മറിച്ച് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം അവിടെ ഒരാൾക്കെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ്. ഒരു മനസ്സ് അവിടെ എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഉണ്ടായി എന്നുള്ളതാണ്. അത് പണ്ട് നടന്നതാണെന്നും എന്നാൽ ഈ യുഗത്തിൽ ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമൊന്നും കൊടുക്കാതിരുന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇന്നും ഭാവിയിലും രാജ്യത്തെ ജനസംഖ്യയുടെ പകുതി നമ്മുടേത് പെൺകുട്ടികളാണ്. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായി മാറും. അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരായി മാറുന്നത് എങ്ങനെയാണ് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ് അവിടെ കേട്ടത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ സൈനികരെ പുറത്താക്കുന്നതിൽ താലിബാന്റെ നേതൃത്വം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് ഈ സ്റ്റാനിക് ജെയിൻ എന്ന് പറയുന്നത്. അത് താലിബാന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതെന്നുള്ളത് വേറൊരു കാര്യം. പോരാത്തതിന് രാജ്യത്തെ 4 കോടി ജനസംഖ്യയിൽ 2 കോടി ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്, അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു ഇസ്ലാമിക നിയമമേ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള വാതിൽ തുറക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. കൂടുതൽ പഠിച്ചാൽ മാത്രമേ അഫ്ഗാനിസ്ഥാന് പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇതാദ്യമായല്ല അദ്ദേഹം സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ ഇത്തവണ അവർ താലിബാന്റെ തലവനായിട്ടുള്ള ഹിബ്തുള്ള അഖുബ്സാദയോട് ആരാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അതായത് സ്റ്റാനിക് ജെയ് ഇക്കാര്യം പറഞ്ഞത് താലിബാൻ തലവന് മുമ്പിൽ തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അഫ്ഗാനിസ്ഥാൻ അധികാരത്തിലെത്തിയ ശേഷം പെൺകുട്ടികൾ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതല്ല, 6ാം ക്ലാസ് വരെ പെൺകുട്ടികൾക്ക് പഠിക്കാം. പക്ഷേ 6ാം ക്ലാസ് വരെ ഒരു പെൺകുട്ടിക്ക് പഠിച്ചിട്ട് എന്തെടുക്കാനാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. 6ാം ക്ലാസ് വരെ പഠിക്കുന്നതും മതപഠനമാണ് എന്നുള്ളതാണ്. ശാസ്ത്രത്തെക്കുറിച്ചോ മറ്റ് സാമൂഹികമായിട്ടുള്ള ഘടനയെക്കുറിച്ചോ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും തന്നെ അവർ പഠിക്കുന്നില്ല. ഭാഷയെക്കുറിച്ചോ ഒന്നും തന്നെ അവർ പഠിക്കുന്നില്ല. സ്ത്രീകളെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു സെപ്റ്റംബറിൽ. പോരാത്തതിന് മറുവശത്ത് വനിതാ ഡോക്ടർമാർക്ക് മാത്രമേ പെൺകുട്ടികളെ ചികിത്സിക്കാൻ കഴിയൂ എന്ന ഉത്തരവുമുണ്ട്. അതായത് ഒരു സ്ഥലത്ത് സ്ത്രീകൾ മെഡിക്കലിന് പോകണ്ട എന്ന് പറയുന്നു, മറുസ്ഥലത്ത് വനിതാ ഡോക്ടർമാർ മാത്രം പെൺകുട്ടിയെ ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്നു. ഇതൊക്കെ വിരോധാഭാസമാണെന്നാണ് സ്റ്റാനിക് ജെയിൻ പറയുന്നത്. എന്തായാലും താലിബാനിൽ ഒരു മാറ്റത്തിന് തുടക്കമാകട്ടെ ഈ ശബ്ദം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.